നമ്മുടെ മനസ്സിലേക്ക് മുത്തങ്ങയും ആ ക്രൂരകാലവും ഒക്കെ വീണ്ടും ഓർമ്മയിലേക്ക് വരികയാണ്. എ കെ ആന്റണി സർക്കാരിന്റെ ഭരണകാലം. അന്ന് വനമന്ത്രി കെ സുധാകരൻ പാവപ്പെട്ട മനുഷ്യരോട്, ആദിവാസികളോട് അവരെടുത്ത സമീപനം എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുപാട് ചർച്ച ചെയ്ത വിഷയം കൂടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 23 വർഷങ്ങൾക്ക് ശേഷം പോലീസ് ഉദ്യോഗസ്ഥനായ വിനോദ് കൊല്ലപ്പെട്ട കേസിൽ വിധി വരുന്നു എന്നതാണ്. ജോഷിൽ കൂടി എന്നോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന്, എങ്ങനെയാണ് ആ കേസ് മുന്നോട്ട് പോയതെന്ന് നമുക്ക് പരിശോധിക്കാം. ജോഷില, ഗുഡ് മോർണിംഗ്. കേരളത്തിന്റെ ഏറ്റവും വലിയ വേദനകളിൽ ഒന്നാണ് മുത്തങ്ങ, അല്ലേ? ജോഗിയുടെ മരണമൊക്കെ ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. മരണമല്ല, ഭരണകൂടം സ്പോൺസർ ചെയ്ത കൊലപാതകമെന്ന് നമുക്ക് അതിനെ പറയേണ്ടി വരും. എ കെ ആന്റണി സർക്കാർ, അവരുടെ ഇരുണ്ട കാലഘട്ടം, കെ സുധാകരൻ എന്ന് പറയുന്ന വനം മന്ത്രി, അവരൊക്കെ കേരളത്തോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതകളിൽ ഒന്നാണ് ജോഗി എന്ന് പറയുന്ന ആദിവാസി യുവാവ്. ആ കേസുമായി ബന്ധപ്പെട്ടാണല്ലോ അന്ന് പോലീസുകാരന്റെ കൊലപാതകം അവിടെ സംഭവിക്കുന്നത്. അതിലെ കേസിലാണ്, അന്വേഷണത്തിലാണ് ഇപ്പോൾ വിധി വരാൻ വേണ്ടി പോകുന്നതല്ലേ? തീർച്ചയായും മനു, ഗുഡ് മോർണിംഗ്. ഇന്ന് ആ ഒരു വലിയൊരു സംഭവത്തിന്റെ വിധി വരാൻ പോകുന്ന ദിവസം കൂടിയാണ്. അതിൽ പോലീസുകാരന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്നും ഇന്നും ദുരൂഹത നിലനിൽക്കുന്ന ഒരു കേസ് കൂടിയാണിത്. നമുക്കറിയാം, 2003 ശേഷം 23 വർഷങ്ങൾക്ക് ശേഷം ദൈർഘ്യമേറിയ വിചാരണ നടന്ന ഒരു കാലഘട്ടം കൂടിയാണ്. കേരളത്തിലെ ക്രിമിനൽ കേസുകളിൽ ഏറ്റവും ദൈർഘ്യമേറിയ വിചാരണ നടന്ന കേസ് കൂടിയാണ് ഇത് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. 2003 ജനുവരി 5 മുത്തങ്ങയിൽ ആദിവാസികൾ കുടിൽക്കെട്ടി സമരം ആരംഭിച്ചത്. 2003 ഫെബ്രുവരി 19 എ കെ ആന്റണിയുടെ സർക്കാർ ആദിവാസി ഭൂസമരത്തെ നേരിടാനായി പോലീസിനെ, സായുധരായ പോലീസ് സംഘം ഇവിടേക്ക് ഈ സമരത്തെ അടിച്ചമർത്താനായി എത്തുന്നത് എന്നുള്ളതാണ്. ആ സമരത്തിൽ ആദിവാസികൾക്കു നേരെ വെടിയുതിർത്തതോടുകൂടിയാണ് സമരം സംഘർഷാവസ്ഥയിലേക്ക് പോവുകയും മുത്തങ്ങയിലെ ആദിവാസി ജോഗിയും അതുപോലെ തന്നെ കണ്ണൂർ KAP ബറ്റാലിയൻ 4ാം ബറ്റാലിയനിലെ KV വിനോദ്, കോൺസ്റ്റബിളായിരുന്ന KV വിനോദും മരണപ്പെടുന്നത്. ആ KV വിനോദ് പോലീസ് കോൺസ്റ്റബിൾ KV വിനോദ് മരണപ്പെട്ടതും അതുപോലെ തന്നെ വനപാലകർക്കും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കും നേരെയുണ്ടായ ആക്രമണം, ഇതൊക്കെ ആണ് ഇന്നത്തെ ഈ കേസിന്റെ വിചാരണയാണ് ഈ കാലത്തടക്കം നടന്നത്. ഈ കാലത്ത് നടന്ന ഈ കേസിന്റെ വിചാരണ കഴിഞ്ഞ ദിവസം അവസാനിച്ചു. ഇന്ന് വിധി വരാൻ പോവുകയാണ്. അന്ന് ഭൂസമരത്തെ നേരിടാൻ 900-ലേറെ വെടിയുണ്ടകളുമായാണ് പോലീസ് ഈ ഭൂസമരത്തിൽ എത്തിയത് എന്നുള്ളതാണ് പോലീസിന്റെ തന്നെ സാക്ഷിമൊഴിയിലുള്ളത്. അതുപോലെ തന്നെ ഗ്രനേഡുകൾ ഉപയോഗിച്ചു. ആദിവാസി ഭൂസമരത്തെ നേരിടാനാണ് എന്ന് നമ്മൾ ഓർക്കണം. എ കെ ആന്റണി സർക്കാരിന്റെ കാലത്താണ് ഇത് നടന്നത് എന്നുള്ള കാര്യം കൂടി ഓർക്കണം. അമ്പും വില്ലും അതുപോലെ തന്നെ വടികളും ഉപയോഗിച്ചാണ് ആദിവാസികൾ ഈ ഒരു സമരത്തെ, അതായത് പോലീസിന്റെ ലാത്തിചാർജിനെയും വെടിയുണ്ടകളെയും തോൽപ്പിക്കാനായി ഏറ്റുമുട്ടിയത് എന്നുള്ള കാര്യവും കൂടി നമ്മൾ ഓർക്കണം. ഈ ഒരു സംഘർഷത്തിനിടയിലാണ് 2 പേർ ഇരകളായി മാറിയത്. ഒന്ന് പോലീസും ഒന്ന് ആദിവാസി യുവാവും കൊല്ലപ്പെട്ടത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒരു കഴിഞ്ഞുപോയ കാലത്തിന്റെ ഭരണകൂട ഭീകരതയുടെ ഏറ്റവും ദുഷിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു എ കെ ആന്റണി സർക്കാരിന്റെ കാലത്തുണ്ടായ ഒരു ദുഷിച്ച ചിത്രം കൂടിയായിരുന്നു മുത്തങ്ങ ഭൂസമരത്തിൽ കേരളത്തിന് കാണേണ്ടി വന്നത് എന്നുള്ളതാണ് മറ്റൊരു ചിത്രം. എന്തായാലും ആ ഒരു സമരത്തിന്റെ അന്ന് നടന്ന കൊലപാതകങ്ങളുടെ ഒരു ചിത്രം ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്തായാലും അതിൽ കൽപ്പറ്റ സ്പെഷ്യൽ ഡിസ്ട്രിക്ട് ആൻഡ് സ്പെഷ്യൽ കോടതി, ആ കോടതി ഇന്ന് വിധി പറയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി ആ വിധി വരും. KV വിനോദിന്റെ മരണവുമായി കൊലപാതകം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ആ സംഘർഷത്തിൽ ആ ഒരു ഭൂസമരത്തെ പോലീസ് സർക്കാർ നേരിട്ടതും അതുപോലെ തന്നെ ആദിവാസികൾ നേരിട്ടതും അതൊക്കെ തന്നെ ഒരു വലിയ ഒരു സംഘർഷാവസ്ഥയിലേക്ക് എത്തിയ ഒരു സമയത്താണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് 2 പേർ ഇരകളാകുന്ന കാര്യത്തിലേക്ക് ഈ ഒരു സമരം കടക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇത്രയും കാലം നീണ്ടുനിന്ന ആ സമരത്തിൽ വിസ്തരിക്കപ്പെടുമ്പോൾ വലിയ രീതിയിലുള്ള, അതായത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇതിൽ വിസ്തരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആദിവാസികളടക്കം 57 പേരാണ് ഇതിൽ പ്രതികളായിട്ടുണ്ടായിരുന്നത്. അതിൽ 16 പേർ മരിച്ചു. ഒരാളെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെയില്ല. അയാളെ കാണാതായിരിക്കുന്ന അവസ്ഥയിലാണുള്ളത്. എന്തായാലും ബാക്കിയുള്ളവർ, പ്രത്യേകിച്ച് M ഗീതാനന്ദനാണ് ഇതിലെ കേസിലെ 1ാമത്തെ പ്രതി. ഇവരടക്കമുള്ള ആളുകൾ ഇന്ന് അവരുടെ കാര്യത്തിലുള്ള ശിക്ഷ അല്ലെങ്കിൽ വിധി ഇന്ന് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മനു.